നമസ്കാരം. വെറും തോക്കുകളുടെയും പീരങ്കികളുടെയും ബുള്ളറ്റുകളുടെയും പഴയകാല യുദ്ധമുറകൾക്ക് ഇനി ഇന്ത്യയുടെ അതിർത്തികളിൽ വിട പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആഗോളതലത്തിൽ പ്രതിരോധ വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു പുതിയ യുദ്ധതന്ത്രവുമായാണ് ഭാരതം ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തികളിൽ സമാനതകളില്ലാത്ത വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തികളിൽ കാവൽ നിൽക്കാൻ പോകുന്നത് കേവലം മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു പിഴവും വരുത്താത്ത കൃത്യതയാർന്ന അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വിട്ടുവീഴ്ചയില്ലാത്ത ഡിജിറ്റൽ സ്മാർട്ട് സെൻസറുകളുമാണ്. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ലോകം ആദരവോടെ നോക്കിക്കാണുന്ന ഒരു പുതിയ ചരിത്രത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പശ്ചിമ ബംഗാളിലെ തന്ത്രപ്രധാനമായ സിലിഗുരിയിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ സുരക്ഷാ രംഗത്തെ തികച്ചും വിപ്ലവകരവും നടുക്കുന്നതുമായ ഒരു വമ്പൻ കുതിച്ചുചാട്ടമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ ഇച്ഛാശക്തിയിലും വീക്ഷണത്തിലും രാജ്യം ഇന്ന് സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം കരുത്താർജിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് സിലിഗുരിയിലെ ജുമാഗച്ച് അതിർത്തി ഔട്ട്പോസ്റ്റിൽ നടന്ന ആ ചരിത്ര നിമിഷങ്ങൾ ഓരോന്നും നമ്മോട് വിളിച്ചു പറയുന്നത്. കൊടും തണുപ്പിലും കൊടും ചൂടിലും രാജ്യത്തിന്റെ അതിർത്തികൾ കാത്തുരക്ഷിക്കാൻ രാപ്പകലില്ലാതെ ചോര നീരാക്കി കഷ്ടപ്പെടുന്ന നമ്മുടെ BSF ജവാന്മാരുടെ ത്യാഗ മനസ്സുകളെയും സമാനതകളില്ലാത്ത ധീരതയെയും ആദരിച്ചുകൊണ്ട് ആരംഭിച്ച ഈ പുതിയ പദ്ധതികൾ അപ്പുറത്തിരുന്ന് ഇന്ത്യക്കെതിരെ നിരന്തരം ഗൂഢാലോചന നടത്തുന്ന ശത്രു രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇനി ഇന്ത്യയുടെ പുണ്യമണ്ണിലേക്ക് അനാവശ്യമായി കണ്ണുവെക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവരുടെ ആസൂത്രണങ്ങളും തന്ത്രങ്ങളും തകർക്കാൻ മനുഷ്യന്റെ കണ്ണുകൾ മാത്രം കാവൽ നിൽക്കേണ്ടി വരില്ല. മറിച്ച് സെക്കൻഡുകളുടെ 100% സമയം കൊണ്ട് ശത്രുവിന്റെ ഏത് ചെറിയ നീക്കവും അതിവേഗം തന്നെ തിരിച്ചറിഞ്ഞ് അവരെ അവിടെ വെച്ച് തന്നെ തുരത്താൻ പോകുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് നമ്മുടെ അതിർത്തികളിൽ ഇപ്പോൾ സർവ്വസന്നാഹങ്ങളോടെയും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും മയക്കുമരുന്ന് ആയുധ കള്ളക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായി വേരോടെ പിഴുതെറിയുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ സ്മാർട്ട് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം അതിർത്തികളിൽ പൂർണ്ണ സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് കേവലം അതിർത്തിയുടെ കാവൽ മാത്രമല്ല, രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ ആരും കൈവയ്ക്കാതിരിക്കാനുള്ള ശക്തമായ കോട്ടകെട്ടൽ കൂടിയാണ്. സിലിഗുരിയിൽ നടന്ന പ്രഹരി സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ആധുനിക സംവിധാനങ്ങൾ ഏതൊരു ഭാരതീയന്റെയും നെഞ്ച് അഭിമാനം കൊണ്ട് വിറകൊള്ളിക്കുന്നവയും ആവേശം ഇരട്ടിയാക്കുന്നവയുമാണ്. പുതിയ ഡിസൈനിൽ അതീവ സുരക്ഷിതമായി നിർമ്മിച്ച വേലികളിൽ ഘടിപ്പിച്ചിട്ടുള്ള അത്യാധുനിക ഇൻട്രൂഡർ അലേർട്ട് സിസ്റ്റം, റേഡിയോ തരംഗങ്ങൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫെൻസ് പെനട്രേഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, അതീവ കൃത്യതയോടെയും വേഗതയോടെയും പ്രവർത്തിക്കുന്ന ഗേറ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ഒപ്പം പൂർണ്ണമായും നമ്മുടെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ അതിർത്തി സുരക്ഷാ സിസ്റ്റം എന്നിവയെല്ലാം ഇന്ന് ഭാരതത്തിന്റെ അതിർത്തി കാവലിന്റെ മുഖച്ഛായ തന്നെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു. അതിർത്തിയിൽ ചെറുതായൊരു ഇലയനങ്ങിയാൽ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പക്ഷി വന്നിരുന്നാൽ പോലും അത് തത്സമയം കണ്ടെത്താനും നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് കൃത്യമായ ലൊക്കേഷൻ സഹിതം മുന്നറിയിപ്പ് നൽകാനും ഈ അത്ഭുത സംവിധാനങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിർത്തി നിരീക്ഷണത്തിന്റെ ശേഷി ഇതോടെ പല മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നുഴഞ്ഞുകയറ്റമോ അതിർത്തി ലംഘനമോ ഉണ്ടായാൽ നിമിഷ നേരം കൊണ്ട് അതിശക്തമായി പ്രതികരിക്കാനും ഉചിതമായ കടുത്ത നടപടി സ്വീകരിക്കാനും നമ്മുടെ ധീര ജവാന്മാർക്ക് ഈ പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വലിയ രീതിയിലാണ് തുണയാകാൻ പോകുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കനത്ത മഞ്ഞിലും പുകമഞ്ഞിലും പോലും ഒരുപോലെ കൃത്യതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന തെർമൽ ഇമേജിംഗ് ക്യാമറകളും ലേസർ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളും ഭാരതത്തിന്റെ അതിർത്തികളെ ശത്രുക്കൾക്ക് കടക്കാനാകാത്ത ഇരുമ്പ് കോട്ടകളാക്കി മാറ്റിയിരിക്കുന്നു. ഈ മുന്നേറ്റം ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ മികച്ച ഉദാഹരണമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വിപണിയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ പ്രതിരോധ ചെലവുകൾ ലാഭിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ സാങ്കേതിക കരുത്ത് തെളിയിക്കാനും നമുക്ക് സാധിക്കുന്നു. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള അതിർത്തി സുരക്ഷയാണ് ഭാവിയുടെ ആവശ്യമെന്നും ഭാരതം ഇതിനകം തന്നെ ആ ആധുനിക ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞുവെന്നും നമ്മുടെ ആഭ്യന്തരമന്ത്രി അഭിമാനത്തോടെ വ്യക്തമാക്കുമ്പോൾ അത് വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഭാരതം കാണിച്ചു തന്ന ശക്തമായ പ്രവൃത്തിയാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും നിശ്ചയദാർഢ്യവുമുള്ള കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിൽ നമ്മുടെ സൈന്യത്തിന്റെ ആത്മവിശ്വാസവും കരുത്തും ഇരട്ടിക്കുന്ന തരത്തിലുള്ള വമ്പൻ മാറ്റങ്ങളാണ് ഓരോ ദിവസവും പ്രതിരോധ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലഹരണപ്പെട്ട പരമ്പരാഗതമായ സുരക്ഷാ രീതികളിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറി ഡിജിറ്റൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളും സ്മാർട്ട് സെൻസറുകളും അടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൈവരിച്ചതോടെ നമ്മുടെ അതിർത്തികൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ മേഖലകളായി രൂപം മാറിക്കഴിഞ്ഞു. അതിർത്തിയിലെ സൈനികരുടെ നിതാന്ത ജാഗ്രതയ്ക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധി കൂടി കൈകോർക്കുമ്പോൾ ശത്രുക്കളുടെ സകല അടവുകളും പാളുമെന്നതിലും അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ പരാജയപ്പെടുമെന്നതിലും യാതൊരു സംശയവുമില്ല. ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തികൾ പലപ്പോഴും ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പുഴകളും മലനിരകളും നിബിഡ വനങ്ങളും നിറഞ്ഞ ഈ പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് മാത്രമായി 24 മണിക്കൂറും ഒരേപോലെ നിരീക്ഷണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെയാണ് പുതിയ സ്മാർട്ട് വേലികളുടെ പ്രസക്തി. കനത്ത മഴയത്തും വലിയ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സമയത്തും ഈ സെൻസറുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുകയും കമാൻഡ് സെന്ററിലേക്ക് തത്സമയ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. ഇത് നമ്മുടെ ജവാന്മാർക്ക് വലിയൊരു ആശ്വാസമാണ്. അപകടകരമായ സാഹചര്യങ്ങളിൽ നേരിട്ട് പോയി പരിശോധിക്കുന്നതിന് പകരം കൺട്രോൾ റൂമിൽ ഇരുന്നു തന്നെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും ഡ്രോണുകൾ വഴി ശത്രുക്കളെ നിരീക്ഷിക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഈ പുതിയ സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാനും രാജ്യത്ത് അശാന്തി പടർത്താനും ലക്ഷ്യമിട്ട് അക്കരെയുള്ള ശത്രുക്കൾ നടത്തുന്ന സകല കുതന്ത്രങ്ങളും ചതിക്കുഴികളും ഇനി ഈ ഡിജിറ്റൽ സ്മാർട്ട് സംവിധാനങ്ങൾക്ക് മുന്നിൽ തകർന്നു തരിപ്പണമാകും. നുഴഞ്ഞുകയറ്റക്കാർക്കും ഭീകരവാദികൾക്കും ഇനി ഒളിച്ചിരിക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ ഒരിടവും ഉണ്ടാകില്ലെന്ന് ഈ അത്യാധുനിക പദ്ധതികൾ അടിവരയിട്ട് ഉറപ്പു നൽകുന്നു. കഠിനമായ ഭൂപ്രകൃതിയിലും പ്രതികൂല കാലാവസ്ഥയിലും അതിർത്തി കാക്കുന്ന നമ്മുടെ ജവാന്മാരുടെ ജീവന് കൂടുതൽ സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും കാത്തുസൂക്ഷിക്കാൻ മോദി സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരം മാസ് നീക്കങ്ങൾ രാജ്യസ്നേഹികളായ ഓരോ പൗരനെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തുന്നതാണ് എന്നതിൽ തർക്കമില്ല. ലഡാക്കിലെ മഞ്ഞുമലകൾ മുതൽ രാജസ്ഥാനിലെ മണലാരണ്യങ്ങൾ വരെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിബിഡ വനങ്ങൾ മുതൽ ബംഗാളിലെ നദീതീര അതിർത്തികൾ വരെയും ഈ സ്മാർട്ട് സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നതിലൂടെ ഭാരതത്തിന്റെ സുരക്ഷാ വലയം കൂടുതൽ ശക്തമാവുന്നു. വിദേശ സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും മാറി സ്വന്തമായി ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയറുകളും സിസ്റ്റങ്ങളും നിർമ്മിക്കാൻ കഴിഞ്ഞത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വൻ വിജയമായി വേണം കരുതാൻ. ശക്തമായ രാഷ്ട്രീയ നേതൃത്വവും ആഗോള നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഭാരതം സുരക്ഷയുടെ കാര്യത്തിലും പ്രതിരോധത്തിന്റെ കാര്യത്തിലും ഇന്ന് ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായി മാറുന്നു. വരും നാളുകളിൽ നമ്മുടെ അതിർത്തികൾ കൂടുതൽ ശക്തവും ഭേദിക്കാൻ കഴിയാത്ത വിധം അഭേദ്യമായിരിക്കുമെന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായി വിശ്വസിക്കാം. പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ സേനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും ആഭ്യന്തര സമാധാനത്തിനും ഒരുപോലെ മുതൽക്കൂട്ടാവുന്നു. ഒരു രാജ്യം സാമ്പത്തികമായി വളരണമെങ്കിൽ അതിന്റെ അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കണമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും ഇന്ത്യ സുരക്ഷിതമായ ഒരു നിർമ്മാണ ഹബ്ബാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനും ഇത്തരം പ്രതിരോധ നവീകരണങ്ങൾ സഹായിക്കുന്നു. അതിർത്തികൾ സുരക്ഷിതമാകുമ്പോൾ രാജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കും. ഈ ചരിത്രപരമായ നേട്ടം നമ്മുടെ സുരക്ഷാ സേനയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി രേഖപ്പെടുത്തപ്പെടും. ഭാരതത്തിന്റെ സുരക്ഷാ രംഗത്തെ ഈ മഹാവിപ്ലവത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ മാസ് പദ്ധതിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.